ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് എങ്ങോട്ടാന്നാവൂലേ? നമ്മളിന്ന് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററൊക്കെ ആട്ടോ. സഞ്ജുവിന് ചെറിയൊരു പനി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അവിടെ ഹെൽത്ത് സെൻ്ററിൽ പോകാമെന്ന്. ഉദ്ഘാടനം കഴിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും പിന്നെ രണ്ടാളും പോവല്ലേ, ഞാനും കൂടെ പോകാൻ വിചാരിച്ച്. കാരണം ഞാനും അവിടെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് നടന്നു വരാവുന്ന ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഈ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് പാണമ്പ്രയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ കുറച്ച് റിസ്ക് ആയിരുന്നു. അപ്പോൾ ഇതിവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് നല്ല സുഖമായി. അങ്ങനെ നല്ലൊരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഹെൽത്ത് സെൻറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. പാർക്കിംഗ് സൗകര്യം ആയാലും ശരി, എല്ലാം കൊണ്ട് സുഖമായി. പിന്നെ നമുക്ക് OP ടിക്കറ്റ് എവിടെ എടുക്കേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഉള്ളവരോട് ചോദിച്ചു. അപ്പം നമ്മൾ OP ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 90 അപ്പം അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ എത്തിയത് ഒരു 12 മണി ആ സമയത്താണ്. അപ്പോഴത്തേക്ക് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് പോയി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മേൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ, ജിഷേച്ചി. അങ്ങനെ പിന്നെ അമ്മ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായി. അപ്പം പിന്നെ ഞാനും സഞ്ജും വെറുതെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ ഡോക്ടറിനെ കാണിച്ചു, മരുന്നൊക്കെ മേടിച്ചു. പിന്നെ ഇന്ന് അവിടെ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ തന്നെയാണ്. കാരണം പേഷ്യൻസ് വരുമ്പോൾ ഇരിക്കാനും നല്ലൊരു സൗകര്യത്തിൽ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ മരുന്നൊക്കെ മേടിച്ച് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ കട കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിങ്കോ വേണമെന്ന്. അപ്പം ബിങ്കോ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഉള്ള പാർലീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അത് മേടിച്ച് നടന്നു. സഞ്ജു പിന്നെ കുറച്ച് മുന്നേ നടന്നു കേട്ടോ, ഓക്ക് വെയ്യ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ബായ്.